മറ്റൊരു വാർത്തയിലേക്ക്. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് ചിഹ്നമായി. ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുക. PR പ്രവീണയാണ് വിവരങ്ങൾ നൽകാൻ കോട്ടയത്ത് നിന്ന് ചേരുന്നത്. പ്രവീണ, ഒടുവിൽ ചിഹ്നമായിരിക്കുന്നു. രണ്ടില വെസസ് ഓട്ടോറിക്ഷ. അങ്ങനെ ഓട്ടോയിലേറി കോട്ടയം കുതിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതെ, രണ്ടിലെ ആയിരുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം. ആ ചിഹ്നം എന്തായാലും ഗ്രൂപ്പ് പിളർന്നതോടുകൂടി നമുക്കറിയാം, പിളരുകയും വളരുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് കേരള കോൺഗ്രസ്. ഇത്തവണ പിളർന്നതോടുകൂടി ജോസ് കെ മാണി വിഭാഗവും അതുപോലെ തന്നെ PJ ജോസഫ് വിഭാഗവും രണ്ടായി മാറിയതോടുകൂടി രണ്ടില ചിഹ്നത്തിനായുള്ള നിയമപരമായ പോരാട്ടം, അതിലൊക്കെയാണ് രണ്ടില ചിഹ്നം ഇപ്പോൾ ജോസ് കെ മാണിക്ക് സ്വന്തമായത്. ഇതിനിടയിലാണ് ഫ്രാൻസിസ് ജോർജിന് UDF സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ചിഹ്നമിൽ ഏത് ചിഹ്നം എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നത്. പലയിടങ്ങളിലും പോസ്റ്ററുകളും അതുപോലെ തന്നെ ചുവരെഴുത്തുകളും ഒക്കെ തന്നെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിക്കുക എന്ന് മാത്രമാണ്. കാരണം ചിഹ്നം കൊടുത്തിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ചിഹ്നമായത്. ഓട്ടോറിക്ഷ ചിഹ്നമാണ് കിട്ടിയിരിക്കുന്നത്. രണ്ടില വാടുമോ, ഓട്ടോറിക്ഷയുടെ സ്പീഡ് കൂടുമോ എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാം. ഓക്കെ, വരും ദിവസങ്ങളിൽ അക്കാര്യങ്ങളിൽ വ്യക്തത വരും. PR പ്രവീണാണ് വിവരങ്ങൾ നൽകിയത്.